ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത് തെമ്മലയിലോട്ടാണ്. സ്കൂൾ അടച്ചപ്പോഴേ പറയുമായിരുന്നു എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന്. സ്കൂൾ അടച്ചപ്പോഴല്ല, സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നേ തൊട്ടേ പറയുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയത് ഒരു 8 മണിയായപ്പം പോയിട്ടുണ്ടായിരുന്നു. രാവിലെ പോയത് തെന്മലയുള്ള എല്ലാ സ്ഥലത്തും ഒന്ന് കയറി കണ്ടിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞാണ് പോയത്. ഇത് കൊളത്തൂപ്പുഴ ഡിപ്പോയുടെ ഭാഗത്തായിട്ട് വരുന്നൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിലാണ്. അവിടെ ഇറങ്ങി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെ ഡേഞ്ചർ സോൺ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കമ്പിവേലി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിലെടുത്ത കാഴ്ചകളാണ് ഇതൊക്കെ. ഫൈനലി ഞങ്ങൾ തെമ്മല എത്തിയിട്ടുണ്ടായിരുന്നേ. ആദ്യം ഡാം കാണാൻ പോകാന്ന് വിചാരിച്ചേ. ഒരാൾക്ക് ചാർജ് 10 രൂപയാണ്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. അങ്ങനെ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടത്. അങ്ങനെ അവിടെ കയറി മക്കളെല്ലാവരും കൂടെ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി മുമ്പോട്ട് നടന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴും ഡാമിൻ്റെ മുകളിൽ ഭാഗം എത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ നമ്മളെ ടിക്കറ്റ് ഒക്കെ കാണിക്കണമായിരുന്നു. അവിടെ ആ ടിക്കറ്റ് ഒക്കെ കാണിച്ചതിന് ശേഷം അവിടെ കണ്ടൊരു വ്യൂ ആണ് ഇതേ. ഈ വ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഡാമിൻ്റെ മുകളിലൂടെ തന്നെ നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരുന്നേ. അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, അതിൽ ഇറങ്ങാമെന്ന് പറയുന്നത്. ഇപ്പോൾ അത് അടച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നടന്ന് തളർന്ന് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു സോഡ ലൈം മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലേക്ക് ഇറങ്ങിയതുകൊണ്ട് ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടുവച്ച് തന്നെ നമ്മൾ കഴിച്ചേ ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. സത്യം പറയാൻ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി കഴിക്കുന്ന ഒരു വൈബാണ്. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്